കണ്ടില്ലേ, ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, മുടിയൊക്കെ എടുത്തിട്ട് എന്തുവാടെ ഇതൊക്കെ. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. മടങ്ങിപ്പോവാ, തൊട്ടപ്പുറത്ത് റിനി ഇപ്പോൾ റിനിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, ഏത് സമയം നോക്കിയാലും ചിരിയാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഹോബി. കണ്ട വരുന്നവരെയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ഞാനിവിടെ ഉണ്ട്, ഞാനും വന്നിട്ടുണ്ട്. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഒരു കാഴ്ചയാണ് സലീമേട്ടൻ്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ സലീം കുമാറിനെ നമുക്കറിയാം, മഹാപ്രതിഭ, ഒരു മഹാനടൻ സലീം കുമാറിനെ കാണാൻ അന്ത്യകർമ്മങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് റിനി ഈ പറഞ്ഞിട്ടുള്ള ഇളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന് എല്ലാവരെയും കാണിക്കുന്ന ഞാനിവിടെ ഉണ്ടേ എന്നെ ഒന്ന് നോക്കണേ, എന്നെ ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന റിനിയുടെ വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം റിനി അതിനെ ഒരു ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഈ പരിപാടി കാണിച്ചിട്ട് ന്യായീകരിക്കാനും വേണം ഒരു കഴിവ്, അല്ലേ? അപ്പം റിനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. അപ്പം റിനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ എന്നൊരു പെണ്ണുപിടിയൻ അവിടെ വന്നിട്ട് സെൽഫി എടുത്ത് രാഹുലിന് അവിടെ ഷോ കാണിക്കാമെങ്കിൽ എനിക്ക് ചിരിക്കുകയും ചെയ്യാമെന്നാണ് റിനി ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ റിനി ഒരു കാര്യം മനസ്സിലാക്കുക, രാഹുൽ അങ്ങോട്ട് പോയി വലിഞ്ഞു കയറി നിന്നിട്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ ചേട്ടാ, അല്ലെ ദിലീപ് ഏട്ടാ, ഞാനൊരു സെൽഫി എടുത്തോട്ടെ, കൈയും കാലും ഒന്നും കാണിച്ചില്ല. പുള്ളിയോടുള്ള സ്നേഹം കൊണ്ടിട്ട് ജനങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് സെൽഫി എടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് കുറേയൊക്കെ പുള്ളി ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നമ്മൾ കണ്ടാണല്ലോ, ഷാൾ അണിയിച്ച ഒരുത്തനെ പിടിച്ച് മാറ്റിക്കണം. അവനെ പിടിച്ച് മാറ്റുകയല്ല വേണ്ടുന്നത്, അവൻ്റെ മുഖത്തൊക്കെ കാക്കി തുപ്പുക, അതാണ് വേണ്ടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുപോലുള്ള ഒരു സന്ദർഭം അനുസരിച്ച് പെരുമാറാൻ അറിയത്തില്ലെങ്കിൽ അവനെ കൊണ്ടല്ലോ തുപ്പി എറിയണം, അതാണ് വേണ്ടുന്നത്. ഓക്കെ, എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവരെയൊക്കെ മാറ്റിക്കളയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതുപോലെ ദിലീപിൻ്റെ അടുത്ത് ഒരുത്തൻ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ദിലീപ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നതെന്ന് കണ്ടായിരുന്നു. ഓക്കെ, അപ്പം റിനി ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. രാഹുലിനെ പോലൊരു പെണ്ണുപിടിയൻ ആ ഒരുത്തന് സെൽഫി എടുക്കാമെങ്കിൽ എനിക്ക് ചിരിക്കുകയും ചെയ്യാനാണ് പറയുക. ആദ്യം മനസ്സിലാക്കുക, രാഹുൽ പെണ്ണുപിടിക്കാനും കിണ്ണുപിടിക്കാനും എവിടെയും പോയിട്ടില്ല, അതാദ്യം മനസ്സിലാക്കും. പിന്നെ പുള്ളിയെടുത്ത് ഈ പറഞ്ഞിട്ടുള്ളത്, പുള്ളിയെടുത്ത് ആളുകൾ ചെന്ന് ഇഷ്ടത്തോടെ സെൽഫി എടുക്കുന്നത്, അതെങ്ങനെയാണ് പുള്ളി അങ്ങോട്ട് പോയി സെൽഫി എടുക്കുന്നില്ല, അങ്ങോട്ട് ചെന്ന് കയറി ചെന്ന് എടുക്കുന്നതാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ന്യായീകരണവുമായിട്ട് റിനി വന്നിട്ടുണ്ട്. ആ ഒരു ന്യായീകരണം ഞാനിവിടെ ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിക്കാം. കൂടുതൽ ക്ലിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. റിനിയുടെ പല ആംഗിളിൽ നിന്ന് റിനി ചിരിക്കുന്നതും കൈയെടുത്ത് കാണിക്കുന്നതൊക്കെ ആയിട്ടുള്ള ക്ലിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇച്ചിരിയൊന്നും തൊലിക്കട്ടി പോരാ, കാണ്ടാമൃഗത്തിൻ്റെക്കാളും കട്ടിയുള്ള തൊലിക്കട്ടി വേണം, അല്ലേ? റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ ചെറുപ്പം മുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്, വളരെ ചെറിയ ആർക്കും ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങൾ പോലും ചിലർക്കത് വലിയ പ്രശ്നമാണ്, മഹാ അപരാധമാണ്. ഉദാഹരണത്തിന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുക, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുക, മരണസ്ഥലത്ത് പരിചയമുള്ള ആളുകളെ കണ്ടാൽ ഒന്ന് ചിരിക്കുക തുടങ്ങിയവ. എന്നാൽ ആരെങ്കിലും റേപ്പ് ചെയ്താലോ, ഈ മരണസ്ഥലത്ത് പരിചയമുള്ള ആളുകളാണ് മരണസ്ഥലത്ത് വരുന്നത്, ഒരുപാട് ആളുകൾ വരും. പക്ഷേ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം നമ്മുടെ ആരെങ്കിലും, ഈ പറയുന്ന റിനിയുടെ ആരെങ്കിലുമാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നെങ്കിൽ റിനി എന്ത് ചെയ്യും? വരുന്നവരെല്ലാം ഇങ്ങനെ ഇളിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഇല്ല, ആ ഒരു സമയത്ത് അങ്ങനെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്കങ്ങനെ തോന്നത്തില്ല. നമുക്ക് ആ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം എനിക്കൊന്ന് സലീം കുമാറിനെ കാണാൻ പോയിട്ടുള്ള ആളുകൾ എല്ലാം പുള്ളിയുടെ സിനിമ കണ്ട് പുള്ളിയെ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ അവിടെ ചിരിക്കാനല്ല പോയിട്ടുള്ളത്, ഓൺലൈൻ മീഡിയാസിന് വേണ്ടിയിട്ട് ഷോ കാണിക്കാൻ, അവരെ റീൽസിന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പോയിട്ടുള്ളത്. ആ മനുഷ്യനോടുള്ള സ്നേഹം കുറച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തന്നു, എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കി, കുറച്ച് റിലാക്സേഷൻ സങ്കടകരമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് നമ്മളെ മൈൻഡ് ഫ്രീ ആക്കിയിട്ടുള്ളൊരു കലാകാരനാണ്, അല്ലേ? ചിരികളിലൊരു കോമഡികളിലൂടെ. അപ്പോൾ ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് നമ്മളവിടെ കാണാൻ പോകുന്നതും, ഇളിച്ചുകൊണ്ട് വരുന്ന ആളുകളെല്ലാം ഇളിച്ചുകൊണ്ട് അവിടെ എല്ലാം ഓടി നടന്ന് ഇളിച്ച് കാണിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ആദ്യം മനസ്സിലാക്കുക. ഇനി ബാക്കിയും കൂടെ വായിക്കാം. ആളുകളെ കണ്ടാൽ ഒന്ന് ചിരിക്കുക തുടങ്ങിയവ. എന്നാൽ ആരെങ്കിലും റേപ്പ് ചെയ്താലും കൊന്നാലും അതൊക്കെ മറച്ചു വെച്ച് നന്നായി അഭിനയിച്ചാൽ ഡബിൾ ഓക്കെ. രാഹുലിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്.
ഇത് എന്തിനാണ് ഇതിനകത്ത് പുള്ളിക്കാരനെ വലിച്ചിടുന്നത്? നിങ്ങൾ അവിടെ എല്ലാം ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്, മുടി എടുത്ത് അങ്ങോട്ടിടുന്നത് ഇങ്ങോട്ടിടുന്നത്, ഫാഷൻ ഷോ കാണിക്കുന്ന എല്ലാം ജനങ്ങൾ കണ്ടതാണ്. അതായത് മനസ്സിലാക്കുക. കൂടെ നിന്ന് സെൽഫി എടുക്കൽ, റീൽസ് എടുക്കൽ, അങ്ങനെ പലതും കാണാം. നാടകമേ ഉലകം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. എനിക്കൊന്ന് പുള്ളിക്കാരിയെ തന്നെ അങ്ങ് ട്രോളുക. നാടകമേ ഉലകം എന്ന് നിങ്ങളുടെ അടുത്താണ് പറയേണ്ടത്. അയ്യോ, എന്തായാലും കോമഡിയായി. അപ്പം ഇതാണ് കാര്യം. അപ്പം ഈ ബാക്കി ഞാനിവിടെ ഒരു 1-2 ക്ലിപ്പും കൂടെ വെച്ച് തരാം. റിനിയുടെ ഈ പറഞ്ഞിട്ടുള്ള പല ആംഗിളിൽ നിന്നുള്ള. നിങ്ങൾ നോക്കി ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് എന്നിട്ട് ഇതിനകത്തൊരു വീഡിയോയിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സലീം കുമാറിനെ പോലും നോക്കാതെ അതിൻ്റെ വട്ടം ഓടി നടന്ന് ചിരിച്ചുകൊണ്ട് പുള്ളിയെ നോക്കുന്നില്ല. മരിച്ചു കിടക്കുന്ന സലീം കുമാറിനെ ഒരു നോക്ക് കാണുന്ന പോലും ഇല്ല. പുള്ളിയെ നോക്കാതെ അവിടെ എല്ലാം ഇരുന്ന് ഈ സലീം കുമാർ കിടക്കുന്ന പുള്ളിയുടെ ബോഡി വെച്ചേക്കുന്ന ഭാഗത്തൊക്കെ ഇരിക്കുന്ന ആളുകളെ നോക്കി മാത്രമാണ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നത്. സലീം കുമാറിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ 1-2 ക്ലിപ്പുകളൊക്കെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്നിട്ട് കുറച്ച് 2-3 ക്ലിപ്പുകളൊക്കെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. മുടിയൊക്കെ എടുത്തിട്ട് എന്തുവാടേ ഇതൊക്കെ കണ്ടേ. അവിടെ എവിടെയൊക്കെ നോക്കി ദിലീപിനെ നോക്കി ചിരിക്കുന്നു. ദിലീപൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ വേറൊരു ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. അല്ലേ, അവിടെ രാഹുൽ മാങ്കൂട്ടം നിൽപ്പുണ്ട്, ദിലീപ് നിൽപ്പുണ്ട്. ആളുകളെല്ലാം കാണുക, കണ്ട് അവർ മടങ്ങിപ്പോവുക. തൊട്ടപ്പുറത്ത് റീനിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അല്ലേ, പുള്ളിക്കാരൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയം നോക്കിയാലും ചിരിയാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഹോബി. കണ്ട, വരുന്നവരെയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ട് ഞാനിവിടെ ഉണ്ട്, ഞാനും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. കണ്ടില്ല, എന്തല്ലേ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഇതൊക്കെ നമ്മളെ അവരവരെ കുടുംബത്തിലെ ആളുകളാണെങ്കിൽ ആ കിടക്കുന്നെങ്കിൽ ഇതുപോലെ കാണിക്കൂ? ഇല്ല. അപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ ഷോ ഓഫ് കാണിക്കുന്ന, റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാനിവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നതും കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അതുമാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താമോ? ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയം. ഓക്കെ, അതും നമ്മൾ കണ്ടതാണ് ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരിത്. അതും മോശമായിട്ടുള്ള കാര്യമാണ്. അവരും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. ഇതിനെ പറ്റിയിട്ട്, റിനിയുടെ ചിരിയെ പറ്റിയിട്ട് ഒരു വ്യക്തി പറയുന്നൊരു വീഡിയോ ആണ്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് സലീം കുമാറിന്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ നടി റിനി വന്നിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് സലീം കുമാറിന്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ നടി റിനി വന്നിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. ഒരു മരണ ചടങ്ങിൽ മരണപ്പെട്ട ഒരു മഹാനടന്റെ ചടങ്ങിന് വന്നിട്ട് വളരെ സന്തോഷമുഖത്തോടു കൂടിയിട്ടാണ് ഈ ഒരു നടിയാണത്തെ റിനി അറിയാലോ, ഒരു വിവാദപരമായ വിഷയത്തിലെ പരാതിക്കാരിയാണ്. സത്യത്തിൽ ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? ഒരു മരണചടങ്ങിന്, ഒരു മരണാനന്തര വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള, ഒരു സിവിക് സെൻസ് ഉള്ള ഒരാളുടെ ഉള്ളിലുണ്ടാവുക ഒരു സങ്കടമാണ് ആ മുഖത്തുണ്ടാവുക.
ഇത് കുറേ ഓൺലൈൻ ക്യാമറാസും ക്യാമറാമാൻ ചാനലുകാരും മറ്റു ചാനലുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകളെ പോലെയാണ് ഈ നടി റിനി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെന്തോ ഒരു ആഘോഷ ചടങ്ങിനോ അല്ലെങ്കിൽ കല്യാണ ചടങ്ങിനൊക്കെ എത്തിയതുപോലെ ഇത് കണ്ടിട്ടൊരു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മരണാനന്തര ചടങ്ങിന് എത്തിയതായിട്ട് തോന്നില്ല. പക്ഷേ ഇവരതിനെത്തിയതാണ്. സലീം കുമാറിന്റെ ഇതിന് പ്രദർശനത്തിന് വേണ്ടി എത്തിയപ്പോഴുള്ള കാഴ്ചയാണ്. പിന്നെ ഇവര് നടീന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവരേത് സിനിമയിലാണ് ഇവർ അഭിനയിച്ചത് എന്നുള്ളത്, ഏതിലും അങ്ങനെ ഒരു സിനിമ ഉണ്ടോ ഇവർ അഭിനയിച്ചൊരു സിനിമ? പക്ഷെ എന്നാലും എല്ലാ മാധ്യമങ്ങളും കാണാം നടി റിനി എത്തി. ഏതാ സിനിമ എന്ന് വെച്ചാൽ ആർക്കും സിനിമയൊന്നും പറയാൻ പറ്റില്ല. എത്രയോ നടിമാര് വേറുണ്ട്. പക്ഷെ ഇവര് ഫേമസ് ആയത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കേസ് കൊടുത്തത് കൊണ്ടാണ്. പക്ഷെ ഇവര് സന്തോഷ മൂഡിൽ എന്തിനാണ് വന്നിക്കുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ ഒരു ആഘോഷ ചടങ്ങിനോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിനൊക്കെ വരുന്ന ഒരാളുകളുടെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നാണെങ്കിൽ അവിടെ ഗംഭീര തിരക്കാണ്. ഓരോ തിരക്കിന്റെ ഭാഗമായിട്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം ആളുകളെ ശകാരിച്ച് മാറി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചടങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആരും ഒരു സന്തോഷത്തിന്റെ മുഖത്തിലല്ല അവിടെ നിൽക്കുന്നത്. എല്ലാവരും ഒരു ടെൻഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ ക്യാമറാമാൻമാരെ കാണാം, ചാനലുകാരെ കാണാം, അതിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ. എനിക്കങ്ങനെ തോന്നിയതാണ്. എന്തായാലും ഒരു മരണ വീട്ടിൽ നിൽക്കേണ്ട ഒരു രൂപത്തിലല്ല ഇവർ നിന്നിട്ടുള്ളത്. ഓക്കെ, അത് ശരിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ആളുകളെയും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ പുള്ളി മാറി ഒതുങ്ങി നിൽക്കാൻ എന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആളുകൾ കാണാൻ വരുന്നതാണ്, അല്ലാതെ ഇതുപോലുള്ള ഷോ ഓഫ് കാണിക്കാനും ഇതുപോലെ ഗ്ലിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓൺലൈൻ മീഡിയാസിൻ്റെ ഇതുപോലെ റീൽസിലൊക്കെ ഇടം പിടിക്കാനും വേണ്ടിയിട്ട് മാത്രം വരുന്ന ഇതുപോലുള്ള കുറച്ച് ആളുകളുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് ഇതുപോലെ മുഖം കാണിച്ച് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള ഔട്ടായ ടീം വരെ ആ സമയത്ത് വന്ന് ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നതാണ് അല്ലേ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങൾ കണ്ടത് ഹനാനാണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഈ സലീം കുമാറിനെ കാണാനെ കൊണ്ട് ഇങ്ങനെ കുറേ ഫീൽഡ് ഔട്ടായ കുറേ ടീമുകളുണ്ട്. ഇതുവഴി ഒന്ന് റീച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കോപ്രായം കാണിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടായിരുന്നു. അതിൽ ഹനാൻ ഉൾപ്പെടെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ടീമുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങൾ കണ്ടു. ഓക്കെ, റെഡി ആക്ഷൻ. എന്ത് കഷ്ടമുണ്ട് അഭിനയ സിംഹം. എന്താല്ല ഇങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും സത്യം പറഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പരിസരത്ത് പോലും കയറ്റല്ലേ. അതാണ് വേണ്ടുന്നത്. ഇപ്പം ഇവിടെ റിനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിനി പോസ്റ്റുകൾ ഇട്ട് പറഞ്ഞിരിക്കുന്ന മരണസ്ഥലത്ത് പരിചയമുള്ളവരോട് ചിരിച്ചാൽ അപരാധം, റേപ്പ് ചെയ്താൽ ഡബിൾ ഓക്കെ, നാടകമേ ഉലകം എന്നാണ് റിനി പറഞ്ഞേക്കുന്നത്. അതായത് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട്, ഇത്രയും കോപ്രായം കാണിച്ചു കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കാൻ സത്യം പറഞ്ഞാൽ അതിനൊരു തൊലിക്കെട്ടി തന്നെ വേണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി തന്നെ വേണം. ഇനി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് രമേശ് പിഷാരടിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചൊരു കാഴ്ചയാണ് സലീമേട്ടൻ്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസക്ക മരിച്ച സമയത്തുമെല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സലീമേട്ടൻ മരിച്ചപ്പോഴുണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതിൽ എല്ലാ ജോലിയും അതർഹിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഞാനീ പറയുന്നതിൽ നിന്ന് പൂർണ്ണമായും എക്സ്ക്ലൂഡഡ് ആണ്. അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമപ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം. ഓക്കെ, ഇവിടെ പിഷാരടി പറഞ്ഞത് ഓൺലൈൻ മീഡിയാസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ ഓൺലൈൻ മീഡിയാസ് എന്തിനാണ് വരുന്നത്? ഇപ്പോൾ റിനിയുടെ ഈ ഇളിച്ച ചിരി ഉണ്ടല്ലോ, ഇതുപോലുള്ള കുറേ ടീമുകളെ ഒപ്പിയെടുക്കാനെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ അവർക്കും റീച്ചാവും, ഇവർക്കും റീച്ചാവും. മനസ്സിലായോ? അപ്പം അതിനൊക്കെ അവസരം കൊടുക്കുന്ന ആരാണ്? ഇവരാണ്. ഇങ്ങനെയുള്ള ആളുകളാണ്. ഇങ്ങനെയുള്ള ചടങ്ങുകൾ, ഇങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ഈ ആളുകളുടെ മാനസികാവസ്ഥ ഒരു രീതിയിലുള്ള ഒരു അവസരത്തിലും ആ ഒരു ഇമോഷണലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ വന്നിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ മുമ്പിൽ റീച്ച് കാണിക്കാനും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിന്
റീൽസ് എടുക്കാനൊക്കെ ഇവർ ഇത് അവസരം ഉണ്ടാക്കി കൊടുക്കൂലേ ഇല്ലേ? അപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സത്യം പറഞ്ഞാൽ രാജ്യത്ത് അടുപ്പിക്കില്ലേ? അതാണ് വേണ്ടത് ഇല്ലേ? എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.